ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബേസ് ആയിട്ടാണ് ഞാൻ ഈ ന്യൂസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് വരുന്ന ബാങ്ക് എക്സാംസ്, അതേപോലെ SSC, റെയിൽവേസ്, അതേപോലെ കേരള PSC എക്സാംസിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇത് ഡെയിലി കാണുകയും അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നേടാൻ എൻ്റെ ഈ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങൾ നോട്ട്സും പ്രിപ്പയർ ചെയ്യണം. ജസ്റ്റ് കാണുക, കേൾക്കുക, അതേപോലെ നോട്ട്സും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ. സോ കറണ്ട് അഫയേഴ്സ് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഫസ്റ്റ് പ്രിലിംസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. സോ ബാങ്ക് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ് വരാറില്ല. സോ അത് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ഫസ്റ്റ് തൊട്ടിട്ട് കറണ്ട് അഫയേഴ്സും കൂടി ഒപ്പം പഠിച്ച് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്കത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുക അത് എളുപ്പമായിരിക്കും. എന്തായാലും ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയാൽ നിങ്ങൾക്കത് ലാസ്റ്റ് ടൈമിൽ റഷ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ആസ്ട്രോയിഡ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂൺ 30th ആണ്. അപ്പോൾ ജൂൺ 30th വേൾഡ് ആസ്ട്രോയിഡ് ഡേ ആണ്. So, World Asteroid Day, also known as International Asteroid Day, is an annual UN-sanctioned global awareness campaign event observed on June 30th, which is an anniversary of a Siberian Tunguska event of 1908. The theme of Asteroid Day 2022 is Small is Beautiful. അപ്പോൾ ചിഹ്നഗ്രഹം ആണ് ആസ്ട്രോയിഡ്. സോ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് ആസ്ട്രോയിഡ് ഡേ 2022ൻ്റെ തീം. വേൾഡ് ആസ്ട്രോയിഡ് ഡേ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ 2022ൻ്റെ തീമാണ് സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ. സെയിം ന്യൂസ് നിങ്ങൾക്ക് മലയാളത്തിലും വായിക്കാം. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. India's marine product exports clocks on all-time high, over 30% increment recorded. അപ്പോൾ 30% ഇൻക്രിമെൻ്റാണ് മറൈൻ പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് 30% വർദ്ധിച്ചിരിക്കുകയാണ്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യാസ് മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്സ് റെക്കോർഡഡ് ആൻ ഓൾ ടൈം high of for the year 2021-22. The growth clocked a high of over 30%, rounding 57,586.48 crore rupees. അതായത് $7.76 ബില്യൺ എക്സ്പോർട്ട് കൂടിയിരിക്കുന്നത്. സോ ഫ്രോസൺ ഷ്രിംപ് റിമെയിൻ ദ മേജർ എക്സ്പോർട്ട് ഐറ്റം ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഫ്രോസൺ ഷ്രിംപാണ്. ഷ്രിംപാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മറൈൻ ഐറ്റം. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിൽ നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാപ്സ്റ്റോൺ ലോഞ്ചസ് ടു ടെസ്റ്റ് ന്യൂ ഓർബിറ്റ് ഫോർ നാസാസ് ആർടെമിസ് മൂൺ മിഷൻസ്. അപ്പോൾ നാസയുടെ ആർടെമിസ് മൂൺ മിഷന് വേണ്ടിയിട്ട് ക്യാപ്സ്റ്റോൺ പുതിയൊരു ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു ഓർബിറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നാസയുടെ ആർടെമിസ് മൂൺ മിഷൻസിന് വേണ്ടിയിട്ട്. എ സ്മോൾ നാസ ഫിനാൻസ് സ്പേസ് ക്രാഫ്റ്റ് കോൾഡ് ക്യാപ്സ്റ്റോൺ വാസ് ലോഞ്ച്ഡ് ഫ്രം ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലാണ് അത് ലോഞ്ച് ചെയ്തത്. ന്യൂസിലാൻഡിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തത്. ദ സ്പേസ് ക്രാഫ്റ്റ് അബൌട്ട് ദ സൈസ് ഓഫ് എ മൈക്രോവേവ് ഓവൻ will study a specific orbit where NASA plans to build a small space station for astronauts to stop at before and after going to the moon surface. അപ്പോൾ മൂൺ സർഫസിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് സ്റ്റേഷനാണ് നാസ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സെയിം ന്യൂസ് മലയാളത്തിൽ. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് ആക്സിസ് ബാങ്ക് ടു ഡിജിറ്റൈസ് ലാസ്റ്റ് മൈൽ ക്യാഷ് കളക്ഷൻ. അപ്പോൾ അവറിലത്തെ അവസാനത്തെ ഒരു ക്യാഷ് കളക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആക്സിസ് ബാങ്ക് ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടയർ 3 സിറ്റീസും അതേപോലെ സെമി അർബൻ റീജിയൻസിലുമാണ് ക്യാഷ് കളക്ഷൻ ഒഴിവാക്കാൻ, അത് ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാഷ് കളക്ഷൻ ഡിജിറ്റൽ മോഡിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടന്നിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിൽ. സോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മുംബൈ മോസ്റ്റ് എക്സ്പെൻസീവ് ഇന്ത്യൻ സിറ്റി ഫോർ എക്സ്പാട്രിയേറ്റ്സ്. ഹോങ്കോങ് ടോപ്സ് ഗ്ലോബലി റിവീൽസ് മേഴ്സേഴ്സ് 2022 കോസ്റ്റ് ഓഫ് ലിവിങ് സർവേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് സർവേ വന്നിട്ടുണ്ട്. മേഴ്സേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ് സർവേയിൽ ഹോങ്കോങ് ആണ് ടോപ്പ്. അതേപോലെ മുംബൈ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഫോർ എക്സ്പാട്രിയേറ്റ്സ്. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. അക്കോർഡിംഗ് ടു ദ മേഴ്സേഴ്സ് 2022 കോസ്റ്റ് ഓഫ് ലിവിങ് സർവേ, മുംബൈ 127 ഈസ് ദ കോസ്റ്റ്ലിയസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ബോത്ത് ലിവിങ് ആൻഡ് എക്സ്പെൻസസ് ആൻഡ് അക്കോമഡേഷൻ ഫോർ കോസ്റ്റ് ഫോർ എക്സ്പാട്രിയേറ്റ്സ്. സോ ലിവിങ് എക്സ്പെൻസിലും അക്കോമഡേഷൻ്റെ കാര്യത്തിൽ എക്സ്പാട്രിയേറ്റ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചിലവേറിയ സിറ്റിയാണ് മുംബൈ. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ദിസ് ഫോളോഡ് ബൈ ന്യൂഡൽഹി. മുംബൈ കഴിഞ്ഞ ന്യൂഡൽഹിയാണ് 155th പൊസിഷൻ, ചെന്നൈ 177th പൊസിഷൻ, ബംഗളൂരു 178th പൊസിഷൻ, അതേപോലെ ഹൈദരാബാദ് 192, അതേപോലെ പൂനെ 201, കൊൽക്കത്ത 203. അതൊക്കെയാണ് ലീസ്റ്റ് എക്സ്പെൻസീവ് ഇന്ത്യൻ സിറ്റീസ്. ഈ റാങ്കിങ്ങിൽ ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റീസാണ് ഇതൊക്കെ. So globally, Hong Kong is ranked first, followed by Zurich, Geneva, Basel, Bern, Tel Aviv, etc. അപ്പോൾ ടെൽ അവീവ്, ഹോങ്കോങ് ആണ് ഏറ്റവും എക്സ്പെൻസീവ് സിറ്റി. അത് കഴിഞ്ഞാൽ സുറിച്ച്, ജനീവ, ബേസൽ, ബേൺ, ടെൽ അവീവ് എക്സെട്രയാണ്. അതൊക്കെയാണ് പിന്നത്തെ എക്സ്പെൻസീവ് സിറ്റീസ്. സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്. അപ്പോൾ പ്രവാസികൾക്ക് ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ നഗരം മുംബൈ ആണ്. സോ നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ടു ഹാവ് 122 യൂണിക്കോൺസ് ഇൻ നെക്സ്റ്റ് 2 to 4 years. So India to have 122 unicorns in next 2 to 4 years in 25 cities. അടുത്ത 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യക്ക് 122 യൂണിക്കോൺസ് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ASK പ്രൈവറ്റ് വെൽത്ത് ഹുറൂൺ ഇന്ത്യ ഫ്യൂച്ചർ യൂണിക്കോൺ ഇൻഡെക്സ് 2022. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ട് സെറ്റ് ഇന്ത്യസ് ഫ്യൂച്ചർ യൂണിക്കോൺസ് ആർ കറൻ്റ്ലി വർത്ത് $49 billion, an increase of 36% compared to last year. 17 gazelles, 7 cheetahs from last year's index hit a unicorn valuation this year. So Hurun India's finding showed that Bengaluru continues to be the startup capital of India with home to 46 probably unicorns, followed by Delhi NCR 25 and Mumbai 16. India future unicorns are currently worth $49 billion with an increase of 36% over last year. അപ്പോൾ ഇന്ത്യക്ക് 122 യൂണിക്കോൺസ് ഉണ്ടായിരിക്കും അടുത്ത 2 മുതൽ 4 വർഷത്തിൻ്റെ ഉള്ളിൽ. സോ 25 സിറ്റികളിലായിട്ട്. സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. സോ നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗ്രീൻ ഹൈഡ്രജൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ ലൈക്ലി ടു റീച്ച് $340 billion by 2050. നീതി ആയോഗ് RMA റിപ്പോർട്ട്. അപ്പോൾ നീതി ആയോഗിൻ്റെ RMA റിപ്പോർട്ട് പ്രകാരം ഗ്രീൻ ഹൈഡ്രജൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ $340 billion ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് 2050 കൂടി. സോ ദ റിപ്പോർട്ട് കൺക്ലൂഡ്സ് ദാറ്റ് ഹൈഡ്രജൻ ഡിമാൻഡ് ഇൻ ഇന്ത്യ കുഡ് റീച്ച് $8 billion by 2030 ആൻഡ് $340 billion by 2050. അപ്പോൾ $8 billion ആവും 2030, അതേപോലെ 2050 ആകുമ്പോഴേക്കും $340 billion ആവുമെന്നാണ് അവരുടെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ളത്. സോ നമുക്ക്
സെയിം ന്യൂസ് മലയാളത്തിൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 100% ഇലക്ട്രിക് ടു വീലേഴ്സ് ഓഫ് പെനട്രേഷൻ ബൈ ഫിനാൻഷ്യൽ ഇയർ 27 നീതി ആയോഗ് റിപ്പോർട്ട് ഫോർകാസ്റ്റ്. അപ്പോൾ നീതി ആയോഗിൻ്റെ മറ്റൊരു റിപ്പോർട്ട് ഫോർകാസ്റ്റ് പ്രകാരം 100% ഇലക്ട്രിക് ടു വീലർ പെനട്രേഷൻ ആയിരിക്കും 2027 ആകുമ്പോഴേക്കും. നീതി ആയോഗ് ആൻഡ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ, അപ്പോൾ TIFAC, in a report have optimistically forecast 100% penetration of electric two-wheelers in the Indian market by financial year 2026-27. 2026-27 ആകുമ്പോഴേക്കും 100% ഇലക്ട്രിക് വെഹിക്കിൾ പെനട്രേഷൻ ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഉദ്ധവ് താക്കറെ റിസൈൻസ് ആസ് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ അഹെഡ് ഓഫ് ഫ്ലോർ ടെസ്റ്റ്. അപ്പോൾ ഒരു ഫ്ലോർ ടെസ്റ്റിൻ്റെ മുമ്പേ തന്നെ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ എന്ന സ്ഥാനം റിസൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഉദ്ധവ് താക്കറെ 19ാമത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു സ്റ്റേറ്റ് മഹാരാഷ്ട്രയിലത്തെ. So Maharashtra Chief Minister Uddhav Thackeray on June 29th announced his resignation minutes after the Supreme Court refused to stay the floor test called the Governor Bhagat Singh Koshiyari in the Assembly scheduled for June 30. So Uddhav Thackeray resigns as Maharashtra Chief Minister for floor test. ഉദ്ധവ് താക്കറെ റിസൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സന്ദീപ് കുമാർ ഗുപ്ത ടു ബി നെക്സ്റ്റ് ചെയർമാൻ ഓഫ് GAIL, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അടുത്ത ചെയർമാൻ ആയിരിക്കും സന്ദീപ് കുമാർ ഗുപ്ത. അപ്പം മനോജ് ജെയിനാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് ഗെയിൽ. അപ്പോൾ ഗെയിലിൻ്റെ പുതിയ ചെയർമാൻ ആയിരിക്കും സന്ദീപ് കുമാർ ഗുപ്ത. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ഹോൾഡ് 9th ആർമി ടു ആർമി സ്റ്റാഫ് ടോക്സ് ഇൻ ഡെഹ്റാഡൂൺ. അപ്പോൾ ഡെഹ്റാഡൂണിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും 9th ആർമി ടു ആർമി സ്റ്റാഫ് ടോക്സ് ഹോൾഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ 9th ആർമി ടു ആർമി സ്റ്റാഫ് ടോക്സ് ബിറ്റ്വീൻ ദ ഓസ്ട്രേലിയൻ ആർമി ആൻഡ് ഇന്ത്യൻ ആർമി were conducted in Dehradun. So talks were held at Indian Military Academy, Dehradun. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂണിൽ വെച്ചിട്ടാണ് ആ ടോക്സ് ഹോൾഡ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് അഭ്യാസ് സക്സസ്ഫുള്ളി ഫ്ലൈറ്റ് ടെസ്റ്റഡ് ഓഫ് ഒഡീഷ കോസ്റ്റ്. അപ്പോൾ അഭ്യാസ് എന്ന് വെച്ചാൽ ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റാണ്. ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് സക്സസ്ഫുള്ളായിട്ട് ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചാന്ദിപ്പൂർ ഓഫ് ഒഡീഷ കോസ്റ്റ് ഇൻ ഒഡീഷ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഒഡീഷയിൽ നിന്ന് സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ഫെയർ ചെയ്തിരിക്കുകയാണ്. സോ ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റായ അഭ്യാസാണ് സക്സസ്ഫുള്ളായിട്ട് ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒഡീഷ കോസ്റ്റിൽ നിന്ന്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 4th സൈനർജി കോൺഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ 4th സൈനർജി കോൺഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. അപ്പോൾ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ 4th ആണ്. 4th സൈനർജി കോൺഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ക്രോസസ് ₹1.13 lakh crore ഇൻ മെയ് RBI ഡാറ്റ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് 1.13 lakh crore മാറിയിരിക്കുകയാണ് മെയ്യിൽ. സോ RBI ഡാറ്റ പ്രകാരം ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ക്രോസ് ചെയ്തിരിക്കുകയാണ്, 1.13 lakh crore ക്രോസ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ഹാസ് ക്രോസ്ഡ് ₹1.13 lakh crore ഇൻ മെയ് കമ്പയർഡ് ടു ₹1.05 lakh crore ഇൻ പ്രീവിയസ് മന്ത് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ ഡാറ്റ. The month-on-month rise in spending through cards indicates a pickup in economic activity. HDFC Bank has the highest number of credit cards at 1.72 crore in May, followed by SBI.
അപ്പോൾ HDFC ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 1.72 crore അവർ അത്രയും ക്രെഡിറ്റ് കാർഡ്സാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ SBI ആണ് ഏറ്റവും കൂടുതൽ കാർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ RBI ഡാറ്റ പ്രകാരം ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡിങ് 1.13 ലക്ഷം കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് മെയ് മാസത്തിൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂസ് ക്യാബിനറ്റ് അപ്രൂവൽ. ഒരു ക്യാബിനറ്റ് അപ്രൂവലാണ്. ഗവൺമെൻറ് അപ്രൂവ്സ് 2,516 crore ഫോർ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് 63,000 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ ഗവൺമെൻറ് ഒരു 2,516 കോടി രൂപയുടെ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അത്രയും രൂപയ്ക്കുള്ള കമ്പ്യൂട്ടറൈസേഷന് വേണ്ടിയിട്ട് 63,000 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിന് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,516 രൂപ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. അതാണ് ഒരു ക്യാബിനറ്റ് അപ്രൂവലായിട്ട് വന്നിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അടുത്തത് ഒരു ക്യാബിനറ്റ് അപ്രൂവലിൻ്റെ ന്യൂസാണ്. ഡീറെഗുലേഷൻ ഓഫ് സെയിൽ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ക്രൂഡ് ഓയിൽ. അപ്പോൾ ഡീറെഗുലേഷൻ ഓഫ് സെയിൽ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ക്രൂഡ് ഓയിൽ, അതായത് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രൂഡ് ഓയിലിന് റെഗുലേഷൻസ് കുറച്ച് ഡീറെഗുലേഷൻ ചെയ്തിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് അപ്രൂവ്ഡ് ഡീറെഗുലേഷൻ ഓഫ് സെയിൽ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ക്രൂഡ് ഓയിൽ where government has decided to cease allocation of crude oil and condensate with effect from 1st October 2022. This will ensure marketing freedom for all exploration and production operators. All E&P companies will now be free to sell crude oil from their fields in domestic market. However, the ban of export of crude oil will continue. So ക്യാബിനറ്റ് അപ്രൂവലിൽ ഡീറെഗുലേഷൻ ഓഫ് സെയിൽ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ക്രൂഡ് ഓയിലാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് അപ്രൂവലായിട്ട് വന്നിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അടുത്തതും ഒരു ക്യാബിനറ്റ് അപ്രൂവലാണ്. കാറ്റഗറൈസേഷൻ ഓഫ് CDRI ആസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ CDRI കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ കാറ്റഗറൈസ് ചെയ്യാൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദ ഗവൺമെൻറ് അപ്രൂവ്ഡ് ദ കാറ്റഗറൈസേഷൻ ഓഫ് കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലിയൻ ഇൻഫ്രാസ്ട്രക്ചർ as an international organization and signing of headquarters agreement with CDRI for granting it the exemptions, immunities and privileges as contemplated under the United Nations Privileges and Immunities Act 1947. CDRI was launched by Prime Minister Modi during the United Nations Climate Action Summit 2019. അപ്പോൾ CDRI ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കാറ്റഗറൈസേഷൻ ഓഫ് CDRI ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് നടന്നിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അടുത്തതും ഒരു ക്യാബിനറ്റ് അപ്രൂവലാണ്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സൈൻഡ് ബിറ്റ്വീൻ MNRE ഇന്ത്യ ആൻഡ് IRENA. സോ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. MNRE അതായത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയും അതേപോലെ IRENA അതായത് ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയും തമ്മിലാണ് ക്യാബിനറ്റ് അപ്രൂവൽ, അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുള്ളത്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. So, Union Cabinet chaired by Prime Minister Narendra Modi was apprised of a strategic partnership agreement signed between Ministry of New and Renewable Energy India and International Renewable Agency. The aim of the agreement is to drive ambition, leadership and knowledge on a green energy transitions based on renewable energy in India. India targets 500 gigawatts non-fossil fuel installed capacity by 2030. So, same news മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അടുത്തതും ഒരു ക്യാബിനറ്റ് അപ്രൂവലാണ്. സോ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യ ആൻഡ് മിനിസ്ട്രി ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഇൻ സിംഗപ്പൂർ. അപ്പോൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യയും അതേപോലെ മിനിസ്ട്രി ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് സിംഗപ്പൂറും തമ്മിലാണ് ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്.
So Union Cabinet chaired by Prime Minister Narendra Modi was apprised of an MOU signed between Department of Science and Technology of India and Ministry of Trade and Industry of Singapore on cooperation in the fields of science, technology and innovation. സോ എന്തിനു വേണ്ടിയാണ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മഹാരാഷ്ട്ര ഗവൺമെൻറ് അപ്രൂവ്സ് നെയിം ചേഞ്ച് ഫോർ ഔറംഗാബാദ് ആസ് സംഭാജി നഗർ, ഒസ്മാൻബാദ് ആസ് ധാരാഷിവ്. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് നെയിം ചേഞ്ച്. ഔറംഗാബാദിനെ സംഭാജി നഗറും അതേപോലെ ഒസ്മാനാബാദിനെ ധാരാഷിവും ആയിട്ടാണ് പുതിയ നെയിംസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്രൂവൽ നടന്നിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ് ക്യാബിനറ്റ് ടുക്ക് സം ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. അപ്രൂവൽ ടു റീനെയിം നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആസ് DB Patil International Airport was made. സോ ഔറംഗാബാദിനെ സംഭാജി നഗറും ഒസ്മാനാബാദിനെ ധാരാഷിവ് എന്ന പേരുമാണ് കൊടുത്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. KK വേണുഗോപാൽ അപ്പോയിൻറ്റഡ് അറ്റോർണി ജനറൽ ഫോർ 3 months. അപ്പോൾ ഇനി ഒരു 3 മാസത്തേക്കും കൂടിയിട്ട് KK വേണുഗോപാൽ, കോട്ടയം കട്ടൻകോട്ട് വേണുഗോപാൽ അപ്പോയിൻറ്റഡ് ആസ് അറ്റോർണി ജനറൽ ഫോർ അനദർ 3 months. അടുത്തൊരു 3 monthsനും കൂടി വേണ്ടിയിട്ട് ഈ KK വേണുഗോപാലിനെ റീഅപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് അറ്റോർണി ജനറലായിട്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ മോത്തിലാൽ സി സേതാൽവാദാണ്. സോ ഇപ്പോൾ KK വേണുഗോപാലിനെ റീഅപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് അനദർ 3 months പീരീഡിന് വേണ്ടിയിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്. നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.